ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നൗഫിയാസ് വേൾഡ്. അപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാനിട്ടത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് ഔട്ട്ലൈൻ വരക്കാനും എന്തെങ്കിലും ഒരു ഡിസൈനിൽ നമുക്ക് ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നേരത്തെ തന്നെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് തന്നെയാണ്. അതിലേക്ക് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആങ്കർ ത്രെഡ് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ച് നാൾ ഇത് ഒരു കേടുപാടും ഇല്ലാതെ ഇരിക്കും, കളർ പോകില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന ഒരു നൂലാണ് ആങ്കർ ത്രെഡ്. പിന്നെ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു തുടക്കം. പിന്നീട് നമ്മൾ കുറച്ചുകൂടി നീക്കിയെടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് അല്ലേ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് എടുക്കുന്ന പോലെ എടുത്തിട്ട് ബാക്കിലേക്ക് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിൽ അവിടെ കൊണ്ടുവന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്വയർ മൊത്തം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതെ, ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാം. കണ്ട, ഇതുപോലെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സ്ക്വയറും കൂടെ ഈ ഒരു ബാക്ക് സ്റ്റിച്ചിൽ നമുക്കങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5-8 സ്റ്റിച്ച് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ പോയിട്ട് ഇതൊന്ന് കെട്ടിടണം. അപ്പോൾ കെട്ടിടുന്ന രീതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ അതേ ബാക്കിലേക്ക് വന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ഇട്ട് ഒന്ന് നോട്ട് ഇട്ട് കൊടുത്താൽ നല്ല അസലായിട്ട് അവിടെ കെട്ടിയിരിക്കും. പിന്നെ കഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പിന്നെ വേസ്റ്റ് വരുന്ന നൂലൊക്കെ മാറ്റിക്കളഞ്ഞ് അതായത് ഇതുപോലെ നല്ല ഫിനിഷായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതേ 2 സ്റ്റിച്ച് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും. അപ്പോൾ എല്ലാവരും ഇത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 സ്റ്റിച്ച് ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.